മണ്ഡലകാലമൊക്കെ അല്ലേ? എങ്കിൽ പിന്നെ ഇത്തവണ പ്രധാനം അയ്യപ്പനാവട്ടെ അല്ലേ? അയ്യപ്പന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലിസ്റ്റ് ഇട്ട് നിരത്തി പറയാൻ കുറേ ക്ഷേത്രങ്ങൾ അറിയായിരിക്കും, ശരിയല്ലേ? അപ്പൊ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് അധികം അറിയാത്തത് എന്തെങ്കിലും പറഞ്ഞാലല്ലേ കാര്യമുള്ളൂ. ഏതായാലും അങ്ങനെ ഒരു ക്ഷേത്രം എവിടെയുണ്ടെന്ന് കാര്യമായിട്ട് ഞങ്ങളൊന്ന് അന്വേഷിച്ചു. തിരഞ്ഞു ഒടുവിൽ എത്തി നിന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ, പെരുമ്പാവൂര്. അതിപ്പോ എന്താ വേറെ എങ്ങുമില്ലാത്ത പ്രത്യേകത എന്നല്ലേ നിങ്ങളിപ്പോ ആലോചിച്ച്? എന്നാ കേട്ടോ. മറ്റ് എല്ലാ അമ്പലങ്ങളിലും അതാണ് സാധാരണ. നമ്മൾ നോക്കൂ, കണ്ടോ, അതാണ് സാധാരണ ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും. ഇവിടെ മാത്രം നേരെ തിരിച്ച, ഒരു കാലും ശമ്പരപ്പടി ഇട്ടിരിക്കും, ഒരു കാലും നിവൃത്തി, ബെൽറ്റൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെയാണ് പുള്ളി ഇരിക്കണേ, ഒരു കൈയും കുത്തി. വേറെ ഒരു സ്ഥലത്തും ഈ പ്രതിഷ്ഠയില്ല. കേരളത്തിൽ വേറെ എവിടെയും പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള അയ്യപ്പ പ്രതിഷ്ഠ പോലൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ കാണാറുള്ള അയ്യപ്പ ഭഗവാൻ ഇരിക്കുന്ന ഒരു രീതിയില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാല് മാത്രം മടക്കിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. പെരുമ്പാവൂരിൽ ശാസ്താവിന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ മീനമാസത്തിൽ, അതായത് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് പ്രധാനപ്പെട്ട ഉത്സവം. അയ്യപ്പന്റെ നാളായ ഉത്രം നക്ഷത്രമാണ് ഇവിടെ അതിവിശേഷം. ക്ഷേത്രത്തിലെ ഉത്സവം 7 ആനകളും മേളവും ഘോഷയാത്രയ്ക്കുമായി അതിലേറെ പ്രസിദ്ധമാണ്. എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ ഉത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കാറുണ്ട്. ഒടുവിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. വർഷത്തിലെ മണ്ഡല മകരവിളക്ക് ഉത്സവവും ഇവിടെ ആചരിക്കാറുണ്ട്. ഇനി ഇത്തിരി ചരിത്രം പറയട്ടെ. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് 11ാം നൂറ്റാണ്ടിലാണ്. പ്രാദേശിക ചരിത്രം അനുസരിച്ച് പെരുമ്പാവൂരിലെ നായർ പ്രഭുക്കന്മാരിൽ ഒരാളായ നല്ലൂർ കർത്തയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഒരിക്കൽ കർത്ത തന്റെ വേലക്കാരായി 2 ആൺകുട്ടികളെ ഏർപ്പെടുത്തി. അവർക്ക് എല്ലാ ദിവസവും കൂലിയായി പച്ചരി നൽകുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഈ ആൺകുട്ടികൾ അരിയും കുറച്ച് തുളസിയിലയും എടുത്ത് മടങ്ങുമത്രേ. ഒരിക്കൽ കർത്തയ്ക്ക് ആൺകുട്ടികളുടെ ഈ പ്രവൃത്തിയിൽ സംശയം തോന്നുകയും അവർ മടങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കുകയും ചെയ്തു. പോയി ചെല്ലുമ്പോൾ കർത്ത കാണുന്നത് അവർ ഒരു പനമരത്തിന്റെ സമീപം നിൽക്കുകയും പെട്ടെന്ന് അപ്രതീക്ഷിതരാവുകയും ചെയ്യുന്നതാണ്. അന്ന് രാത്രി കർത്ത ഒരു സ്വപ്നം കണ്ടു. അതിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് കർത്തയുടെ വേലക്കാരനായി പ്രവർത്തിച്ചത് താനാണെന്നും മറ്റേ കുട്ടി തന്റെ സുഹൃത്താണെന്ന് അറിയിക്കുകയും തനിക്കും തന്റെ സുഹൃത്തിനു വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്രേ. ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട ധനം ലഭിക്കാൻ ആ പനമരത്തിന്റെ ചുവട്ടിലേക്ക് അയ്യപ്പൻ കർത്തയെ നയിക്കുകയും അവിടെ എത്തുന്ന കർത്ത ഒരു നിധി കാണുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തിയ കർത്ത ക്ഷേത്രം പണിയാൻ ആ സ്വർണ്ണ നാണയങ്ങൾ തന്നെ ഉപയോഗിച്ചുവെന്നുമാണ് ഐതിഹ്യം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ആചാരമായ എരുമേലി പേട്ടത്തുള്ളലിൽ പങ്കെടുക്കുന്ന ആലങ്ങാട് യോഗം എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ അമ്പലത്തെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് നമ്മുടെ ഫിലിം ആക്ട്രസ് ആശാ ശരത്തില്ലേ, അവരിവിടെ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന കാര്യം അറിഞ്ഞപ്പോഴാ. അവര് മാത്രമല്ല, വേറെയും കുറേ സെലിബ്രിറ്റീസ് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. പിന്നെ മണ്ഡലകാലമാണല്ലോ, അപ്പൊ അയ്യപ്പന്മാർക്ക് വേണ്ടിയുണ്ട് ഒരു സ്പെഷ്യൽ കാര്യം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഇത്രയും അധികം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഇടത്താവളം അയ്യപ്പന്മാർക്ക് വേറെ എവിടെയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അത്രയും സൗകര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഷെഡും മറ്റ് സൗകര്യങ്ങളും ഒക്കെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഈ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മല കയറുന്ന എല്ലാ അയ്യപ്പന്മാരും സേഫ് ആയിട്ട് പോയി വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.